AK ആന്റണി തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. AK ആന്റണിയുടെ മകന് സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് നടത്തട്ടെ. അത് ഒന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ശക്തമായി തന്നെ ഞങ്ങളിതിനെ നേരിടും. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDF വൻ വിജയം നേടുമെന്ന ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ തവണയും ഇതുതന്നെയായിരുന്നു സ്ഥിതി. നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾ ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നെക്സ്റ്റ് വീക്കിൽ പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കത്തില്ലെന്ന് ആരാ എന്നോട് പറഞ്ഞു? അദ്ദേഹം അവിടെ സിറ്റിംഗ് MP അല്ലേ? അല്ല, അത് തീരുമാനമായിട്ടില്ല. ആലപ്പുഴയിൽ ഉൾപ്പെടെയുള്ള 19 സീറ്റുകളുടെയും സ്ഥാനാർത്ഥികളെ അടുത്ത ഈ 2-3 ദിവസക്കാലത്തുള്ളിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. മാവേലിക്കര നിലവിലുള്ള MP-ക്കെതിരായിട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ ആക്ഷേപമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നതാണ്. മാവേലിക്കര MP കൊടിക്കുന്നിൽ സ്റ്റേഷനെ പറ്റി ഒരാക്ഷേപവും ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല. വളരെ മിടുമിടുക്കനായ ഒരു പാർലമെന്റ് അംഗമാണ്. 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MP-യാണ്. അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഞങ്ങൾക്ക് ഒരു ആക്ഷേപവും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കും ആ കാര്യത്തിലില്ല. അതെല്ലാം തെറ്റായ പ്രവർത്തനങ്ങളാണ്. അതെല്ലാം സ്വാഭാവികമല്ലേ? പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ഭരണകക്ഷിയുടെ ആണല്ലോ. കാരണം ഭരിക്കുന്ന ഗവൺമെന്റിനെ പറ്റിയാണല്ലോ ജനങ്ങൾ കൂടുതൽ വിലയിരുത്തുന്നത്. പ്രതിപക്ഷത്തെ പറ്റി എന്ത് വിലയിരുത്താൻ? ഞങ്ങൾ കേന്ദ്രത്തിലെ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം യാതൊരു ഗുണവും ജനങ്ങൾക്ക് ചെയ്യാത്തൊരു ഭരണകൂടം. ഒരു ഗ്യാരണ്ടിയും അദ്ദേഹം നടപ്പാക്കിയിട്ടില്ല. ഒരു വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞു. ഉള്ള ജോലികൾ പോലും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അഗ്നിപത്തിലൂടെ രാജ്യസേവനം നടത്താൻ മിലിറ്ററി ചേരാമെന്ന് വെച്ചാൽ അതിന് പോലും അവസരമില്ല. അദ്ദേഹം പറഞ്ഞു കർഷകരുടെ വരുമാനം 2 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടി നടപ്പായില്ല. പെട്രോളിനും ഡീസലിനും 35 രൂപയ്ക്ക് നൽകും എന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടി നടപ്പായില്ല. രാജ്യത്ത് 100 സ്മാർട്ട് സിറ്റികൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടി നടപ്പായിട്ടില്ല. വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം ഇട്ടുതരുമെന്നുള്ള ഗ്യാരണ്ടി അതും നടപ്പായില്ല. ഒരു ഗ്യാരണ്ടിയും നടപ്പായിട്ടില്ല. വർഗീയത ആളിക്കത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പോരാട്ടമാണ് ഇന്ത്യ മുന്നണി ദേശീയ തലത്തിലും കേരളത്തിൽ UDF നടത്തുന്നത്.